നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെ. പിന്നെ ഇവർക്ക് പണമൊക്കെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇത്രയും നീണ്ടുപോയി. അല്ലെങ്കിൽ എപ്പോഴേ നടക്കേണ്ടതായിരുന്നു. ഓ അങ്ങനെയാണോ? ഇനി ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷനൊന്നും വേണ്ട. എന്താണോ അജയന്റെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീധനം അത് ഞാൻ തരും. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എന്നെ ശരിക്കറിയാത്തതുകൊണ്ട് അമ്മാവൻ അങ്ങനെ ഒരു സംശയം. അതിന്റെ ഒന്നും ആവശ്യമില്ല അവന്തി. ആതിരയുടെ ആവശ്യമുള്ളത് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്ത് വർത്തമാനാ മാഷേ? ഒരാള് കൈയഴിഞ്ഞ് സഹായിക്കാന്ന് പറയുമ്പോ അത് നിഷേധിക്കല്ലേ? ധൈര്യമായിട്ട് വാങ്ങിക്കോ. അപ്പൊ പിന്നെ ഈ വീടിന്റെ പ്രമാണം ബാങ്കിൽ വെക്കേണ്ടി വരുന്നല്ലോ. കൊച്ചെ, ഞങ്ങൾ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല. അവരുടെ മകൾക്ക് അവരെന്തു കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ 25 പവനിൽ കുറെ അത് കിട്ടണം. പിന്നെ പണം അത് നിങ്ങളുടെ ആസ്തിക്കനുസരിച്ച് എന്തായാലും മതി. അത് പിന്നെ ഒരു 10 ലക്ഷം രൂപയിൽ കുറയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അതൊരു തുകയാണോ? അത് കിട്ടിയിരിക്കും പോരെ? നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ കൃത്യസമയത്തിന് നടന്നോളൂ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞങ്ങൾ അറിയിക്കോട്ടെ. അപ്പൊ ഇനി നിശ്ചയത്തിന് കാണാം. അമ്മാവ അനൂപേ, ശരി ശരി ശരി. കൊച്ചേ, അപ്പൊ കാണാം. ഇനി വരാം. അപ്പൊ ശരി, ആയിക്കോട്ടെ. അനൂപേ, സമയം കിട്ടുമ്പോ ഓഫീസിൽ ചെന്ന് പണം വാങ്ങിച്ചാ മതി. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അവന്തിക്ക് വിഷമവും തോന്നരുത്. ആ പണം വേണ്ട. ഇപ്പൊ തന്നെ അവന്തിയുടെ മുന്നിൽ വലിയൊരു ബാധ്യതക്കാരനാണ് ഞാൻ. അത് തിരിച്ചു തരാൻ പറ്റത്തിൽ വിഷമമുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും കടം കൂടിയാൽ എനിക്ക് ശ്വാസം മുട്ടും. അവന്തികയുടെ നല്ല മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അത്രയും വലിയ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ട. സഹായത്തിന്റെ കാര്യമല്ല മാഷെ, ആതിര എന്റെ കൂടെ അനിയത്തിയല്ലേ. അതങ്ങനെ തന്നെ അവന്തിയെ. എന്നാലും മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കുമാണല്ലോ. മാത്രമല്ല ആതിരയുടെ വിവാഹത്തിന് ഞങ്ങൾ വേറെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും പ്രമാണം ബാക്കി കൊണ്ടുവയ്ക്കാൻ പോവല്ലേ, അത് നെല്ലിശ്ശേരി ഫൈനാൻസിൽ വെക്കൂ. തീരുമാനിച്ചതുപോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 50 ലക്ഷം രൂപ അടുപ്പിച്ച് വിവാഹ ചെലവ് വരും. ഈ വീടും സ്ഥലവും ബാങ്കിൽ വെച്ചാലും അത്രയും കിട്ടുന്ന ഉറപ്പുമില്ല. കിട്ടിയാലും വലിയ പലിശയും കൊടുക്കേണ്ടി വരും. നെല്ലിശ്ശേരിയിലാവുമ്പോ പലിശ അടയ്ക്കണ്ട നിങ്ങൾക്ക്. സാവധാനം മുതലടച്ച് പ്രമാണം തിരികെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും തരാം. ഇതും കൂടി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്.
ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. സച്ചേട്ടന് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അച്ഛൻ ഓരോന്ന് സ്വയം ആലോചിച്ച അങ്ങനെ ഒരവസ്ഥ ഉണ്ടായത്. അത് തന്നെ അർച്ചന എന്റെ പേടിയും. സന്ദീപിനെ കാണാൻ വൈകുന്നോറും അച്ഛന് ഇത് തന്നെ ആയിരിക്കില്ല ചിന്ത. അത് ചിലപ്പോ ഇതിനേക്കാൾ വഷളാവുകയും ചെയ്യും. ഞാൻ സന്ദീപിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയാ കണ്ടില്ലെന്ന് അടിക്കുന്നേ? സന്ദീപും അനക്കയും വിളിച്ചിരുന്നു. എന്നെയല്ല, അവന്തിയെടുത്തേ. തന്നോടാര് പറഞ്ഞു? എന്നോടല്ല, അച്ഛനോട് എടുത്തേന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ട്രേസ് ചെയ്താ അവരെവിടാണുള്ളതെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ എടുത്തോട് ചോദിക്കട്ടെ. ആ നമ്പർ ഇപ്പൊ തന്നെ വാങ്ങാം. അതിന് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അതെ സച്ചേട്ടാ, അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടില്ല. അവന്തിയെടുത്തി കള്ളം പറഞ്ഞതാ. എന്തിന്? ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ അവന്തിയെടുത്തി ഈ കാര്യം പറഞ്ഞത്. അതെന്തിനായിരിക്കും ഇങ്ങനൊരു കള്ളം അപ്പൊ തന്നെ പറഞ്ഞെന്ന് സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാവില്ലേ? സന്ദീപിനെ എനിക്കും കാണാനില്ലെന്ന് കേസ് കൊടുത്ത് ഒരു അന്വേഷണം വന്നാ അവന്തിയെടുത്തേക്ക് എന്താ കുഴപ്പം? അത് ഏടത്തെ അന്നേ പറഞ്ഞ കാര്യമല്ലേ. അനഘ ഒരു പെൺകുട്ടിയാ. ഇതൊക്കെ കേസായി എല്ലാവരും അറിഞ്ഞ സന്ദീപിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അനഘയാവും. ഈ വീട്ടിലുള്ള കുറച്ചാളുകൾ കുറച്ച് കൂടുതൽ നിഷ്കളങ്കരാ സച്ചേട്ടാ. അതാ ഓരോരുത്തരുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതും. അത് താൻ പറഞ്ഞ ശരിയാ. നിഷ്കളങ്കരായ ആളുകളെ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ചിലപ്പോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയും. താൻ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അനഘയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അത് നമുക്കും അപകടം. ഒരന്വേഷണം വന്നാ അത് ചെന്നെത്തി നിൽക്കുന്നത് ആതിരയുടെ അടുത്തായിരിക്കും. സമാധാനപരമായി നമ്മളെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനിരിക്കുന്ന ആ കാര്യം, അതായത് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ച കാര്യം പോലീസ് വഴി എല്ലാവരും അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാവില്ല നടക്കാൻ പോകുന്നത്. കേസിന്റെ ഗതി തന്നെ മാറും. വാദി പ്രതിയായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.